എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്, എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. ഹെഡാണ് എടുത്തോ. ഫസ്റ്റ് വെള്ളി വീണതാണോ വീഴ്ത്തിയതാ? എനിക്ക് അങ്ങനെ വീഴാറില്ല. ഇവൻ സാധാരണ സ്വർണ്ണാണ് വീഴ്ത്താറ്, വെള്ളി ഇടാറില്ല. വെള്ളി ഒട്ടും താല്പര്യമില്ല. എന്തുകൊണ്ട് വിലപിടിപ്പ് ഇല്ലാത്തത്? അതായത് താരതമ്യേന സ്വർണത്തിൽ നിന്ന് വിലപിടിപ്പ് കുറവുള്ള സാധനം ഇട്ടു എന്നുള്ളതാണ്. അത് കുഴപ്പമില്ല, ഒരു ദിവസം ഒന്നങ്ങ് പോട്ടെ എന്ന്. വെള്ളിയെങ്കിൽ വെള്ളിയിലെ ഫസ്റ്റ് കിഴി ബാഡ് ബോയ്സ്. കൊള്ളാലോ. സിനിമ പാക്കപ്പ് ആയിട്ടുണ്ട്. ഓമർ ലുലു ഡയറക്ഷനിൽ വരുന്ന സിനിമയാണ് ഓമർ ലുലൂസ്. എന്തെന്ന് ഫൺ. എന്തായാലും നമ്മുടെ റഹ്മാനാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത് കേട്ടോ. ഷിലു അബ്രഹാം ആളാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നാഗേന്ദ്രൻസ് ഹണിമൂൺസ്. നമ്മുടെ സുരാജ് വഞ്ഞാറമൂട് നായകനായി വരുന്ന വെബ് സീരീസാണ്. ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ വൈകിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഗംഭീരം, വളരെ രസകരമായിട്ടുള്ള ഒരു ട്രെയിലർ. നല്ല എന്താ പറയാ, ആ കാലഘട്ടവും പഴയ കാലഘട്ടവും എല്ലാം കാണിക്കുന്നുണ്ട്. നല്ല ഗംഭീരമായിട്ട് കോമഡിയും വർക്കൗട്ടായിട്ടുണ്ട്. അതായത് ട്രെയിലറിൽ നമുക്ക് തോന്നിയതാണ് കേട്ടോ. പ്രതീക്ഷ വരുന്നുണ്ട്. എന്താണെങ്കിലും ജൂലൈ 19 സ്ട്രീമിംഗ് തുടങ്ങും. വെയിറ്റിംഗിലാണ് കേട്ടോ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ കേട്ടോ. അടുത്തത് സിനിമയില് ശരണ്യ പൊൻവണ്ണൻ ഓൺ ബോർഡ് ആയിട്ടുണ്ട്. ഓക്കെ, സാൻഡി മാസ്റ്റർ വന്നായിരുന്നു. അതിന് മുൻപത്തെ ദിവസമാണ് നമ്മുടെ സാൻഡി മാസ്റ്റർ എത്തിയത്. അടുത്ത ആള്. ഓക്കെ, സരിപ്പോത് ശനിവാരം സിനിമയുടെ ഒരു ക്യാരക്ടർ റിവീലിംഗ് ഇന്നുണ്ടാവും. ഓക്കെ, അതായത് നമ്മുടെ പ്രിയങ്ക മോഹൻ ചെയ്യുന്ന കഥാപാത്രമാണ് ചാരുവിനെയാണ് ഇന്ന് നമുക്ക് മുന്നിലേക്ക് ഇവർ തരുന്നത്. 4:05 ഇവർക്ക് 4:05 എന്തോ നല്ല സമയമാണെന്ന് തോന്നുന്നു. തെലുങ്ക് ഒക്കെ ഉള്ള 4:05, 4:02, 4:01 രാഹുലാണെന്ന് ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ഇടിയൻ ചന്ദ് സിനിമയുടെ ടീസർ പുറത്തു വന്നിട്ടുണ്ട്. ഇടിയോടിടി തന്നെ, +2കാരന്റെ ഇടി. അതും പലരുമായിട്ടുണ്ട് കേട്ടോ. +2 മാത്രം നിൽക്കുന്ന ഇടിയല്ല, കുറച്ച് കൂടിയതാ. എന്താണെങ്കിലും ശ്രീജിത്ത് വിജയനാണ് സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ടുണ്ട്. 19 സിനിമ റിലീസ് ചെയ്യുന്നത് കേട്ടോ, ജൂലൈ 19. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് സിനിമയിലെ നായകൻ. പീറ്റർ ഹൈനാണ് ഇതിന്റെ മാസ്റ്റർ. അതിൻ്റെതായ ഒരു പവറൊക്കെ ഉണ്ട്. അപ്പൊ അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അതെ. ഓക്കെ, അടുത്തത് മാർക്കോ സിനിമയിൽ നമ്മുടെ ദുബായ് ജോസ് അടിച്ചു കയറി വാ. ഓക്കെ, നമ്മുടെ റിയാസ് ഖാൻ ഓൺ ബോർഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, രസകരമായ വീഡിയോ ആണ്. ഇങ്ങനെ അതായത് ഇവർ സ്പെഷ്യലായിട്ട് ഒരുപാട് വീഡിയോസ് വിടാറുണ്ട്. പക്ഷെ അതിൽ ഉണ്ണിമൂന്നനെ കാണുന്നത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. മറ്റേ പുറകിൽ നിന്നൊക്കെ നടന്നു പോകുന്നതൊക്കെ അങ്ങനെ വന്നിട്ടുള്ളൂ. ഓക്കെ, ഉണ്ണി ഒന്ന് ചിരിക്കുന്നുണ്ടോ? ഓക്കെ, റിയാസ് ഖാൻ വേറെ റേഞ്ച് തന്നെയാണ്. അതെ, പക്ഷെ കൈ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. ഇഞ്ചുറി പറ്റിയതാണ് വർക്കൗട്ടിന്റെ. ഇവിടെ ഒരു സംഭവം ഒരു മുഴ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഞരമ്പ് അങ്ങോട്ട് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറി പോകുന്നതാണ്. എന്താണെങ്കിലും അതൊരു ഭയങ്കര കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. ബാലേട്ടനിലൊക്കെ വന്ന വരവോർമ്മയില്ല എൻ്റെ മോനെ. മയിലാട്ടം, ബാലേട്ടൻ വേറെ റേഞ്ച് ആയിരുന്നു ശരിക്കും. റിയാസ് ഖാന്റെ പവറേ അത് നമ്മുടെ സ്പീഡ് ട്രാക്കില്ലേ, ദിലീപ് അഭിനയിച്ചു വന്ന ജയസൂര്യ സംവിധാനം ചെയ്ത സിനിമ, അതില് ശരിക്കും അത്ലറ്റിന്റെ രീതിയിൽ പക്ക റണ്ണ് ചെയ്തത് ആളാണ്. സത്യം. അതിനകത്ത് അതെന്താണെന്നറിയോ, അത് ഈ വർക്കൗട്ടിന്റെ ഒരു ഇതുകൊണ്ട് തന്നെ കേട്ടോ. ആ പവർ ശരിക്കും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ശരിക്കും ഒരു സ്പോർട്സ്മാൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതെ, അത് ആ റണ്ണിങ് ഒക്കെ എന്താ പറയാ, സ്പ്രിന്റ് അടിച്ച് ഓടുന്ന ഭയങ്കരമാണ്. അത് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വെറുതെ ഇങ്ങനെ ചാടി ഇങ്ങനെ പോകുന്നു. അത് ശരിക്കും നമുക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റും, ഫീൽ ചെയ്യും. പക്ഷെ മറ്റത് അങ്ങനെയല്ലായിരുന്നു, വേറെ റേഞ്ചായിരുന്നു. അടുത്തത് നാനി 33 ശ്രീകാന്ത് കൊടല ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. നാനിയുടെ 33ാമത്തെ ചിത്രം. 100 കോടി ബഡ്ജറ്റിലാണ് നാനിയുടെ കരിയറിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മൂവി.
ഓക്കെ, ഞാനീ തകർക്കണേ. നാച്ചുറൽ സ്റ്റാർ മുത്താണ്, മുത്താണ് ഞാൻ. ഓക്കെ, അടുത്ത കിഴി വണങ്ങാൻ. വണങ്ങാൻ കൈ കളഞ്ഞിങ്ങനെ വെച്ചേക്കുന്നു നേരത്തെ, പക്ഷെ ഇത് വണങ്ങാനല്ല കേട്ടോ. അല്ലെങ്കിൽ ദൈവങ്ങളേക്ക് വണങ്ങാൻ പാടുള്ളൂ, ചെകുത്താൻ ഒരിക്കലും വണങ്ങരുത്. ചെകുത്താനെ വണങ്ങുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അല്ല, ഞാൻ നിന്നോട് പറഞ്ഞതാ. ഓക്കെ, വണങ്ങാൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ 6 മണിക്കെത്തും. ഓക്കെ, നമ്മുടെ ബാലയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സൂര്യ ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ്, പിന്നീട് അത് അവർ തമ്മിൽ ഒരുമിച്ച് ചർച്ച ചെയ്ത് പിന്തിരിഞ്ഞു. സൂര്യ പിന്മാറി. മ്യൂസിക് കേട്ടോ. അതെ, അരുൺ വിജയാണ് നായകനായി വരുന്നത്. നമ്മുടെ മമിത ബൈജൊക്കെ അതിൽ പ്രധാന വേഷത്തിലുണ്ടായിരുന്നു. ആളൊക്കെ പിന്മാറി. അടി പേടിച്ചിട്ട് മുഖത്ത് എക്സ്പ്രഷൻ വരുന്നില്ല. മമ്മൂട്ടി ഗൗതം മേനോൻ സിനിമ. പറഞ്ഞാണല്ലോ. സിനിമയുടെ ഷൂട്ടിംഗ് ഡേറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത് 8-ാം തീയതി ആയിരുന്നു, ജൂലൈ 8-ന്. ജൂലൈ 8-ന് വീണ്ടും നീക്കിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ തരുന്നത്. ഇതിപ്പോ ഇന്നലെ നമ്മൾ അറിഞ്ഞിരുന്ന 8-ാം തീയതി ഷൂട്ട് തുടങ്ങുന്നതാണ്. പക്ഷെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് സംഭവം വേറൊരു രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. എന്താണെങ്കിലും അടുത്ത് തന്നെ തുടങ്ങുമായിരിക്കും. എന്തായാലും മാറി, ഞങ്ങളുടെ ആ കടിയും മാറി. ഇനി എന്നതായിരുന്നു അല്ലേ, ഇനി ഞങ്ങളത് തുടങ്ങുന്ന കുറച്ച് ശരിക്കും വൈകിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ, നമ്മള് കുറച്ച് മുമ്പ് തന്നെയാണല്ലോ പറഞ്ഞത്. പക്ഷെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അടുത്തത് ഇവിടെയും കാര്യങ്ങൾ മാറി മറിഞ്ഞു. കൽക്കി സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. അതായത് നമ്മുടെ അന്നാബൻ ചെയ്യുന്ന കഥാപാത്രം ഉണ്ടല്ലോ, ഖൈറ, ആള് നമ്മുടെ നാഗേഷിനോട് ചോദിച്ചാലോ എനിക്ക് 2-ാം ഭാഗത്തിൽ വേഷം ഉണ്ടാവുമോ. അതായത് ഫസ്റ്റ് ഭാഗത്തിൽ ആളെ തീർത്തല്ലേ, അപ്പോൾ 2-ാം ഭാഗത്തിൽ ഉണ്ടാവുമോ, കാരണം അതിനുള്ള സാധ്യത അതിലുണ്ട്. ഓക്കെ, എന്തായാലും അപ്പോൾ നാഗേഷിൻ പറഞ്ഞത് അറിയില്ല, നമുക്ക് നോക്കാം ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അത് പഠിച്ചു കൊടുക്കുന്നോ അതിനുള്ള ചാൻസ് അവിടെ ആ സിനിമയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റിലേക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ഈ സിനിമയ്ക്ക് വേണ്ടി 4 ലാംഗ്വേജിലും ഡബ് ചെയ്തിരിക്കുന്ന ആള് തന്നെയാണ്. കന്നഡ മാത്രമാണ് ആൾക്ക് കൊത്താതിരുന്നത്, ആള് തന്നെയാണ്. കന്നഡയിൽ കൊത്തിയിട്ടില്ല. അതെ, എന്താണെങ്കിലും ഖൈറ ക്യാരക്ടർ ഗംഭീര ക്യാരക്ടറായിരുന്നു. ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, അതിൽ ഖൈറ വളരെ മികച്ച അഭിപ്രായം നേടി. അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിനെ കൊണ്ടുവരാതിരിക്കുന്നത് വലിയ പാപമായിരിക്കും. അത് ഒഴിവാക്കാൻ അത്ര ചാൻസ് ഇല്ല, ഒഴിവാക്കാൻ വളരെ ചാൻസ് കുറവാണ്. എന്തായാലും ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. എന്താ ഭീകരമാക്കിയായിരുന്നു, നമ്മള് പ്രതീക്ഷയുടെ അപ്പുറമായിരുന്നു, അതൊരു സത്യം. എന്താണെങ്കിലും 800 കോടി കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സിനിമ. അതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അടുത്ത കിഴി സ്വർണ്ണം മതിയുടെ കൂട്ട. 2 കോടി എടുക്കേണ്ടി വരും. എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല അല്ലേ. മണിച്ചിത്രത്താൾ 4K-ല് റീ റിലീസിന് ഒരുങ്ങാണ്. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് കേട്ടോ ഇപ്പൊ കേൾക്കുന്നത് സിനിമ റിലീസിനെത്തുന്നു. ഓക്കെ, ക്ലാസിക്. അടുത്തത് ഇന്ത്യൻ 2 സിനിമയുടെ പിടിച്ചു നിൽക്കാൻ കുറച്ച് അവിടെ നിൽക്കുന്നു സൈഡിൽ. എന്തായാലും ഇന്ത്യൻ 2 സിനിമയെ കുറിച്ച് നമ്മുടെ കമൽഹാസൻ പറഞ്ഞിരിക്കുന്നത്, ആള് ഇന്ത്യൻ 2 ചെയ്യാൻ കാരണം ഇന്ത്യൻ 3 ആണെന്നാണ്. കൽക്കിയുടെ അതേ സംഭവം തന്നെ. അതായത് കൽക്കി പാർട്ട് 1 ചെയ്യാൻ കാരണം കൽക്കി 2 ആയിരുന്നു എന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇത്. അതായത് ഇന്ത്യൻ പാർട്ട് 3-ൽ ഇതിൻ്റെ പീരിയോഡിക് പോർഷൻസ് ഉണ്ടാവുമെന്ന് നമ്മൾ കുറച്ച് മുൻപ് ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ 2-ലോ 3-ലോ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് അങ്ങേര് അതായത് രീതിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ പീരിയോഡിക് കാലഘട്ടമായിരിക്കാൻ കാണിക്കുന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലുള്ള നമ്മുടെ സേനാപതിയുടെ പവർ അതായിരിക്കും കാണിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം 3ക്ക് വേണ്ടിയിട്ട്. ആദ്യം 2 വന്നു പോട്ടെ. അതെ, ആള് പറഞ്ഞത് 2 പിന്നെ എന്താ ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പാർട്ട് 2 അല്ല, ഞാൻ പാർട്ട് 3ന്റെ ഫാനാണ്. അടുത്തത് ലക്കി ഭാസ്കർ. സിനിമയുടെ റിലീസ് ഡേറ്റ് ഒന്ന് മാറ്റാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. സെപ്റ്റംബർ 7-ലേക്ക്
ആ നേരത്തെ ആക്കുന്നു. പാപ്പാന്റെ ബർത്ത്ഡേന്റെ അന്നൊക്കെ മാറ്റാണ്. അതുകൊണ്ടായിരിക്കണം മിക്കവാറും. എന്തായാലും 27-ന് വേറെ വലിയ സിനിമകൾ ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കണം മിക്കവാറും അത് തന്നെ അതൊരു കാരണമാണ്. പിന്നെ അല്ലാണ്ട് വെങ്കി അട്ലൂരി അല്ലേ? വെങ്കി അട്ലൂരി ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. മീനാക്ഷി ചൗധരി, ദുൽഖർ ഇവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അടുത്ത സിനിമ അടുത്ത കിഴി സൂര്യ 44. ഫസ്റ്റ് ഷെഡ്യൂള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആന്തമാനിൽ. അവിടെ 2 സോങ് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. 2 സോങ് കംപ്ലീറ്റ് ചെയ്തു. പൂജ ഹെഗ്ഡയുടെ കൂടെയുള്ള തെറ്റിയോ പൂജ ഹെഗ്ഡയും നമ്മുടെ സൂര്യയും തമ്മിലുള്ള 2 സോങ് ചെയ്ത് തീർത്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര പ്രാധാന്യമുള്ള ചില ആക്ഷൻ സീനുകളും ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ്. അടുത്ത ഷെഡ്യൂള് ഊട്ടിയിൽ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് സാധാരണ ചായ കുടിക്കാൻ പോകുന്ന റൈഡ് ഞങ്ങൾ ഷൂട്ട് തുടങ്ങിയതാണോ റൈഡ് ഇതിലെ അങ്ങോട്ട് കയറാൻ. സൂര്യ പിന്നെ ആകെ പ്രശ്നമാവും. എന്ത് സൂര്യ അറിയും വരണ്ടെന്ന് പറഞ്ഞല്ലേ, ആള് കൂടൂല. അതാണ് സത്യം. ഞങ്ങൾക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ചോദിക്കും. ഞങ്ങളെ കൊണ്ട് മടുത്തോന്ന്. ലാലേട്ടൻ പോയിട്ടില്ല കേട്ടോ. റാം സിനിമേന്റെ പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് എമ്പുരാന്റെ ഗുജറാത്ത് ഷെഡ്യൂളിന് ശേഷം റാമിൽ ലാലേട്ടൻ ജോയിൻ ചെയ്യും. ഓഗസ്റ്റിൽ ഷൂട്ട് തുടങ്ങുമെന്നുള്ളത് ആൾറെഡി വന്നിട്ടുണ്ടായിരുന്നു റൂമേഴ്സ്. മേ ബി അത് മാറിയേക്കാം. പക്ഷേ ഓഗസ്റ്റിൽ എന്നുള്ളത് മാറുന്നൊന്നുമില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് അത് ഓഗസ്റ്റിൽ തന്നെ തുടങ്ങും കേട്ടോ. ഓഗസ്റ്റ് 10-നാണ് സലാർ 2 തുടങ്ങുന്നത്. സലാർ 2 ചെയ്യാൻ പൃഥ്വിരാജ് എമ്പുരാനിൽ നിന്ന് പോകും. നമ്മുടെ ലാലേട്ടൻ നേരെ വന്നിട്ട് L360 ചേരും. അതിനുശേഷം പോയിട്ട് റാം, അത് ഓഗസ്റ്റിൽ തന്നെ. റാമിന്റെ ഫൈനൽ ഷെഡ്യൂൾ അല്ലേ ഉള്ളത്? അതെ, റാമിന്റെയും ഫൈനൽ ഷെഡ്യൂളാണ്. ഇനി L360-ന്റെയും ഫൈനൽ ഷെഡ്യൂളാ. അത് കുറഞ്ഞ ദിവസങ്ങളെ കണ്ടുള്ളൂ. അതെ. അടുത്ത കിഴി പാണ്ഡവ ലഹള. കൊള്ളാലോ. പാണ്ഡവ ലഹള സിനിമയുടെ പൂജ സംഭവിച്ചു. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാറില്ലേ, ആളുടെ അമ്മ, ആൾക്ക് ഭയങ്കര ഫാൻ ബേസ് ഉണ്ട്. ആദ്യമായിട്ട് തഗ്ഗിന്റെ റാണിയാണ് ആള്. മറ്റേ ഓക്കെ, എന്തായാലും ആളിതിലൊരു പ്രധാന വേഷത്തിലുണ്ട് എന്നുള്ളതാണ് കേട്ടത്. ആദ്യത്തെ സിനിമയാണ്. പിന്നെ സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്നത് നമ്മുടെ ഇന്ദ്രൻ ചേട്ടനും പിന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടനും. ഓക്കെ. സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന 2 പേരാണ് കേട്ടോ. ഫഹദ് നന്ദു പിന്നെ ഉത്സവ് രാജീവ്. രണ്ടുപേരും അവർ തന്നെയാണ് സിനിമേന്റെ റൈറ്റേഴ്സും. ഓക്കെ, എന്താണെങ്കിലും പൂജ കഴിഞ്ഞിട്ടുണ്ട്, ഗംഭീരമാവട്ടെ. അപ്പോൾ എന്തായാലും കിഴി എപ്പിസോഡ് കൂടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.